കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയും ലുധിയാനയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എം പിയുമായിട്ടുള്ള രവനീത് സിംഗ് ബിറ്റു. നേരത്തെ ഇദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു, ഇപ്പം BJP-യിലാണ്. ഇങ്ങനെ ഒരാളെയാണ് രാഹുൽ ഗാന്ധി ട്രൈറ്റർ എന്ന് വിളിച്ചിരിക്കുന്നത്, രാജ്യദ്രോഹി എന്ന് വിളിച്ചിരിക്കുന്നത്. പാർലമെന്റ് കോംപ്ലക്സിൽ MPമാരെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ പ്രതിഷേധിക്കുമ്പോഴായിരുന്നു ഇതുവഴി ഈ ബിറ്റു നടന്നു വരുന്നുണ്ടായേ. അങ്ങനെ അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ വിളിക്കുന്നത്. ഇതിപ്പം വലിയ ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയാണ്. രാഹുൽ ഗാന്ധി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ നാട്ടുകാർ മുഴുവൻ ചോദിക്കുന്നത്, പ്രത്യേകിച്ചും BJP-ക്കാർ. രാഹുൽ ഗാന്ധി സിഖ് കമ്മ്യൂണിറ്റിയെ മുഴുവൻ അധിക്ഷേപിച്ചിരിക്കുകയാണ് എന്നും പറയുന്നു. എങ്ങനെയാണ് ഈ ട്രൈറ്റർ വിളിയെ അങ്ങ് നോക്കിക്കാണുന്നത്? ഇതില് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രയോഗത്തിനോട് എനിക്ക് യോജിപ്പില്ല. ഒരു തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്, കോൺഗ്രസിന്റെ MP ആയിരുന്ന, കോൺഗ്രസിന്റെ നേതാവായിരുന്ന ആളാണ് പഞ്ചാബില്. അദ്ദേഹം പിന്നീട് 2024 BJP-യിലേക്ക് മാറി, ലുധിയാനയിൽ നിന്ന് ജയിച്ച് MP ആയി. ഇപ്പോൾ കേന്ദ്ര റെയിൽവേ വകുപ്പ് അല്ലെ ഭക്ഷ്യ വകുപ്പിന്റെ ഒക്കെ ചുമതലയുള്ള സഹമന്ത്രിയാണ് അദ്ദേഹം. അപ്പോൾ ഇത് വെറും ഒരു കുട്ടികളുടെ ഒരു പെരുമാറ്റ രീതി പോലെ എനിക്ക് തോന്നുന്നു. ഇപ്പൊ നമ്മൾ കുട്ടികളായിട്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടാക്കി, അവൻ പിണങ്ങി വേറൊരാളുടെ കൂട്ടുകാരനായി. അപ്പം പിന്നെ നമ്മളും നമ്മുടെ പുതിയ കൂട്ടുകാരനായിട്ട് നിൽക്കുമ്പോൾ പഴയ കൂട്ടുകാരൻ അതുവഴി പോകുമ്പോൾ അവനെ ഒന്ന് കളിയാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. ഇത്തരം വളരെ സില്ലി പെരുമാറ്റമാണ്. പക്ഷേ അതിനോടുള്ള ഒരു പ്രതികരണം രാഹുൽ ഗാന്ധി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെന്നും അദ്ദേഹം ഇൻടോക്സിക്കേറ്റഡോ ഓർ ഹി മൈറ്റ് ഹാവ് യൂസ്ഡ് ഡ്രഗ്സ് എന്നാണ് ബിട്ടു പിന്നീട് പത്രക്കാരോട് പറഞ്ഞത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നില്ല അതൊരിക്കലും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് പാർലമെന്റിൽ വരുമെന്നോ അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെന്നോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ തീർച്ചയാണ്, ശരിയാണ്, അങ്ങനെ ഒരു ആരോപണമുണ്ട്. അത് ഇന്ന് മാത്രമല്ല, ഇപ്പോൾ മാത്രമല്ല, ഈ ആരോപണം നേരത്തെ തന്നെ വന്നു. അദ്ദേഹത്തിനെ അമേരിക്കയിൽ നിന്ന് വെച്ചിട്ട് മയക്കുമരുന്നുമായിട്ട് അറസ്റ്റ് ചെയ്തു എന്നൊരു ആരോപണം പണ്ട് മുന്നോട്ട് വന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്, വനിതാ സുഹൃത്ത് കൊളംബിയക്കാരിയാണ്, അവർക്കെതിരെ കാർട്ടലുകളുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്നുള്ള ആരോപണം വന്നു. ആരോപണമാണ്. കേന്ദ്രത്തിൽ BJP സർക്കാരാണല്ലോ. BJP സർക്കാരിന് എന്തുകൊണ്ട് അത് അന്വേഷിച്ച് അതിൽ കഴമ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഹുലിനെതിരെ നടപടിയെടുക്കാത്ത എന്തുകൊണ്ട്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ വെറും ആരോപണങ്ങളായിട്ട് മാത്രം കാണേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടാകും. സത്യമായിരുന്നെങ്കിൽ രാഹുലിനെതിരെ പിന്നെ കേന്ദ്രത്തിന് അന്വേഷിക്കാമല്ലോ. CBI-യോ പിന്നെ NIA-യോ IB-യോ ഒക്കെ ഉണ്ടല്ലോ. അവിടെ പിന്നെ അത്തരം ആരോപണങ്ങൾ സർക്കാരിൽ ഇരിക്കുന്ന ഒരാൾ പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. കാരണം അവിടെ ആരോപണം പത്രക്കാരോട് പറയുകയല്ല ചെയ്യേണ്ടത്, അത് അന്വേഷിക്കാനുള്ള നടപടി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ രണ്ട് വശവും എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതായത് ഒരു ഭാഗത്ത് രാഹുലിന്റെ പെരുമാറ്റം അപക്വമാണെന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. അങ്ങനെ പിന്നെ ഈ തൻ്റെ മുന്നിലൂടെ തൻ്റെ പഴയൊരു കൊളീഗ് പോകുമ്പോൾ അദ്ദേഹത്തിനെ ട്രൈറ്റർ എന്ന് വിളിച്ചു. അയാൾ ഒട്ടും വിട്ടുകൊടുത്തില്ല. ഈ ഇത്രയും വലിയ പ്രധാനമന്ത്രിമാർ അടങ്ങുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്ന രാഹുലിനെ അയാൾ ദേശ് കാ ദ്രോഹി എന്ന് അയാളും തിരിച്ചു പറഞ്ഞു. രാജ്യദ്രോഹി എന്ന് അങ്ങേ ദേശ് കാ ദുഷ്മൻ എന്ന് രാജ്യത്തിന്റെ ശത്രു എന്ന് ഇങ്ങനെ അദ്ദേഹവും വിളിച്ചു പറഞ്ഞു. അപ്പം ഇത് കേൾക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു രാഹുലിന്? അയാളുടെ വായി ഇരിക്കുന്നത് കേട്ടില്ലേ? പിന്നെ തന്റെ ഒരു പഴയ കേരളത്തിൽ നിന്നുള്ള എന്താണ് ഹൈബി ഈഡൻ, നമ്മുടെ KC വേണുഗോപാലുണ്ട്, ഷാഫി പറമ്പിലൊക്കെ ഇരിക്കുന്ന ഒരു പ്രതിഷേധ ഇതായിരുന്നു കേട്ടോ. അതിനിടയിലാണ് ഇദ്ദേഹം നടന്നു വരുന്നുണ്ടായത്. അപ്പോഴാണ് ദർ ഗോസ് എ ട്രൈറ്റർ, കം ഹിയർ മൈ ട്രൈറ്റർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടി പോകുന്നു. ബിറ്റു ഷെയ്ക്ക് ഹാൻഡ് നൽകുന്നില്ല. തിരിച്ചിട്ട് ദേശ് കാ ദുഷ്മൻ എന്ന് രാഹുലിനെ വിളിക്കുന്നു, എന്നിട്ട് കടന്നു പോകുന്നു. ഇതിനെ നമുക്ക് ഒരു രാഹുൽ ഗാന്ധിയുടെ ഒരു എന്താ പറയാ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ആ രീതിയിൽ ഒരു തമാശയായിട്ട് ഇതിനെ എടുക്കാൻ പറ്റുമോ? ഇല്ല, അത് ഈ തമാശകളെന്ന് പറയുന്നത് സമയവും കാലവും ഒക്കെ ഉണ്ടല്ലോ. ആ സമയവും കാലവും വെച്ചിട്ട് ഇപ്പൊ നമ്മുടെ അച്ഛന്റെ നേരെ തമാശ പൊതുജന മധ്യത്തിൽ വെച്ച് നമ്മൾ അങ്ങനെ പറയില്ലല്ലോ. ഇനി പറയുകയാണെങ്കിൽ തന്നെ അതിനകത്തിൽ ഒരു ലിമിറ്റ് ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ ഭാര്യയോട് പറയുന്ന തമാശയും വനിതാ സുഹൃത്തിനോട് പറയുന്ന തമാശയും വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പം എല്ലാത്തിനും സമയവും കാലവും ഒക്കെ ഉണ്ട്. അതനുസരിച്ച് വേണം തമാശയാണെങ്കിലും പറയേണ്ടത്. അല്ലെങ്കിൽ
ആ തമാശകൾ ഇനിയും അതല്ലെങ്കിൽ ഇപ്പൊ കേൾക്കുന്നവർ ചിലപ്പോൾ ചില തമാശകൾ ആസ്വദിച്ചില്ലെന്നിരിക്കും. ദ ജോക്കീസ് അപ്പോൺ യു എന്ന് പണ്ട് ശശി തരൂർ ഒരു പ്രയോഗം നടത്തി. അതായത് നമ്മളൊരു തമാശ ഒരാളോട് പറയുന്നു, അത് അയാൾക്ക് യോജിക്കുന്നില്ല, അപ്പൊ നമുക്ക് തന്നെ ആയിരിക്കും ആ തമാശ തിരിച്ചടിക്കുന്നത്. നമ്മൾ തന്നെ ആയിരിക്കും അത് അതിനകത്ത് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയവും കാലവും നോക്കേണ്ട ആളായിരുന്നു രാഹുൽ. രാഹുൽ അത് നോക്കിയില്ല. അതിനകത്തില് പിന്നെ രാഹുലിന്റെ ഒരു ഇമേജ് വർദ്ധിക്കുകയൊന്നും അല്ല ചെയ്തത്. ഇപ്പം കാരണം അതിപ്പോ BJPക്ക് ഒരു അവസരം കൊടുത്തു. സിഖുകാർക്കെതിരെ നടത്തിയ ഒരു പരാമർശം, കാരണം അവിടെ ഈ ട്രൈറ്റർ എന്നുള്ള ആ വാക്ക് പിന്നെ ചീറ്റ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വഞ്ചകൻ എന്നേ വരുള്ളായിരുന്നു. ട്രൈറ്റർ എന്ന് പറയുമ്പോൾ അത് മിക്കവാറും ഈ രാജ്യദ്രോഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രയോഗമാണ്. ആ ട്രൈറ്റർ എന്നുള്ള വാക്ക് അദ്ദേഹം അത് പ്രയോഗിച്ചപ്പോൾ അദ്ദേഹം അത് സൂക്ഷിച്ചില്ല. അത് BJPക്ക് ഒരു അവസരം കിട്ടിയില്ലേ? രാഹുൽ ഗാന്ധി, ഇപ്പൊ ചിലരൊക്കെ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ ഇല്ലാതാക്കാൻ, രാഹുൽ ഗാന്ധിയെ നശിപ്പിക്കാനായിട്ട് ബോധപൂർവം അദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങൾ വരുന്നുണ്ടെന്ന്. അതായത് അദ്ദേഹത്തിന്റെ മയക്കുമരുന്ന് ഉപയോഗം, ഡ്രഗ് കാർട്ടലുകളുമായിട്ട് രാഹുലിനെ ബന്ധിപ്പിക്കാൻ ഒരു ശ്രമം കാലാകാലങ്ങളിലായിട്ട് പലയിടത്തും നടത്തുന്നുണ്ടെന്ന് പറയുന്നു. അതിന്റെ ഒരു കാര്യമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അദ്ദേഹത്തെ സുബ്രഹ്മണ്യ സ്വാമിയാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് രാഹുലിനെ അമേരിക്കയിലെ എയർപോർട്ടിൽ തടഞ്ഞു വെച്ചു എന്നും പിന്നീട് ഇന്ത്യയിൽ നിന്നും ഒരു പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിനെ വിട്ടതെന്നും അങ്ങനെയൊക്കെയുള്ള ഒരു വാർത്തകൾ, അത് ചിലപ്പോൾ ഗൂഢാലോചന സിദ്ധാന്തമാകാം, പക്ഷെ അത് പ്രചരിപ്പിച്ചിരുന്നു. ആ പ്രചരിപ്പിച്ചിരുന്നത് ഈ രീതിയിൽ സ്വാമിയാണ് ആദ്യം ഇത് പറഞ്ഞതെന്നാണ് ചിലയിടത്തൊന്നും ഇനി ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ പിന്നീട് അത് വ്യാപകമായിട്ട് BJPയുടെ ഹാൻഡിലുകളിലും അതുപോലെ തന്നെ മറ്റൊരുപാട് ഹാൻഡിലുകൾ പിന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെ അത് കറങ്ങി നടന്ന ഒരു ആരോപണമാണ്. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പിന്നെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നത് എങ്ങോട്ടാണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതില് കുറച്ചൊക്കെ ഒരു ഗൂഢാലോചന സിദ്ധാന്തം പിന്നെ ഒന്ന് ഇകഴ്ത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഇമേജ് ഇടിച്ചു കറക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ശ്രമങ്ങളായിരിക്കാം. പക്ഷെ തിരിച്ച് കോൺഗ്രസും മോഡിയെ കുറിച്ച് ഇതുപോലൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ മോഡിയുടെ ഭാര്യയെ അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ തീരുമാനമില്ലാതെ തന്നെ കഴിക്കുന്ന ഒരു പ്രായത്തിൽ അദ്ദേഹം വിവാഹം കഴിച്ച ഒരു വ്യക്തിയെ ചൊല്ലിയിട്ട് അത് ആരോപണങ്ങൾ കൊണ്ടുവന്നു. അദ്ദേഹം സ്ത്രീ വിരുദ്ധനാണെന്ന് പറയാൻ തുടങ്ങി. പിന്നെ നിരവധി ആരോപണങ്ങൾ കൊണ്ടുവന്നു. പിന്നെ ഗുജറാത്തിലെ ഒരു പെൺകുട്ടിയുടെ പിറകെ പോലീസ് നടന്നപ്പോൾ അത് മോഡിയുടെ നിർദ്ദേശപ്രകാരമാണ്, അമിത്ഷാ ത്രൂ മോഡിയാണ് അത് ചെയ്യിച്ചത് എന്നൊക്കെ ആരോപണം വന്നു. ഇത്തരം ആരോപണങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ ഇമേജ് തകർക്കാനുള്ളതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം, രാഹുൽ ഗാന്ധി ദൗർഭാഗ്യവശാൽ പലപ്പോഴും ശ്രദ്ധിക്കാതെ, അദ്ദേഹം ഒരിക്കലെ ലോക്സഭയിൽ വെച്ചിട്ട് ഈ നമ്മുടെ പഴയ മന്ത്രിയായിരുന്ന രാഹുലിന്റെ പിന്നെ എതിരാളിയായിരുന്നല്ലോ അവരുടെ പിന്നെ സ്മൃതി ഇറാനിക്ക് ഫ്ലൈയിങ് കിസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലൊരു ആരോപണം ഉണ്ടായി. അത് വലിയ പിന്നെ ചർച്ചകളും ഒക്കെയായി. പിന്നീട് ഒരിക്കൽ അദ്ദേഹം പാർലമെന്റിനുള്ളിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പലരെയും കണ്ണടച്ച് കാണിക്കുന്ന ഒരു സീനുണ്ടായി. ഇതൊക്കെ ഈ പറയുന്നത് പോലെ ചിലപ്പം അതിൽ ആവശ്യമില്ലാത്ത അർത്ഥങ്ങൾ കൊടുക്കുന്നതായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ഈ ആവശ്യമില്ലാത്ത മിസ്ഇൻറ്റർപ്രിട്ടേഷൻ, ദുർവ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ രാഹുൽ ഗാന്ധി ഒരു കാരണവശാലും നടത്താൻ പാടില്ല. അത് അദ്ദേഹം ചോദിക്കും. ഇതിലിപ്പോ നമുക്കറിയാലോ, ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അതുമായി ബന്ധപ്പെട്ടിട്ട് കോൺഗ്രസ് മുതിർന്ന നേതാവായിട്ടുള്ള ചിദംബരം തന്നെ ഇതിനിടയിൽ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായി. അതായത് ഇന്ദിരാഗാന്ധിയുടെ ഒരു തെറ്റായ നീക്കമായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ആ കാരണത്താലാണ് അവർക്ക് ജീവൻ വെടിയേണ്ടി വന്നത്, അവരെ അസാസിനേഷൻ സംഭവിച്ചത് അതുകൊണ്ടാണ്, സ്വന്തം കാവൽ ഭടന്മാർ ആണല്ലോ കൊന്നത്. അപ്പൊ ഈ കാര്യം ചിദംബരം അടക്കം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോ ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അതിനെ ഓർമ്മിപ്പിക്കുകയാണ് BJP. കാരണം ഇങ്ങനെ എൻറ്റയർ സിഖ് കമ്മ്യൂണിറ്റിയെ തന്നെയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ആക്ഷേപിച്ചിരിക്കുന്നത്. അതിന്റെ പ്രതികാരം ഉടൻ തന്നെ രാഹുൽ ഗാന്ധി നേരിടേണ്ടി വരും എന്ന് പറയുന്ന ഒരു ഭീഷണിയും പല ആളുകളും സോഷ്യൽ മീഡിയയിൽ മുഴക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരു സിഖുകാരാൽ രാഹുൽ ഗാന്ധി കൊല്ലപ്പെടും, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ അസാസിനേഷൻ സംഭവിക്കും എന്നുള്ളൊരു സൂചനയാണോ അത് നൽകുന്നത്? വല്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. അതായത് ഈ തലപ്പാവ് ഇദ്ദേഹത്തിന് വെക്കാനായിട്ട് നിർദ്ദേശിച്ചത് പോലും രാഹുൽ ഗാന്ധിയാണ്, ഇദ്ദേഹം കോൺഗ്രസിൽ ഉണ്ടായിരുന്നപ്പോൾ ഈ നേതാവിന്.
അല്ല അത് പിന്നെ അങ്ങനെ ഒരു ദുസ്സൂചന അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു പ്രസ്താവനയല്ല. കാരണം ആ, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആള് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പോലെ തന്നെ തീർച്ചയായിട്ടും അദ്ദേഹം ആദരവർഹിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആ ആദരവർഹിക്കുന്ന വ്യക്തിക്ക് അദ്ദേഹം ഒരു സമുദായത്തെ അവഹേളിച്ചു എന്നൊന്നും എനിക്ക് പറയാനില്ല. കാരണം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അന്നൊരു ആവശ്യമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അന്നത്തെ കാലത്തെക്കുറിച്ച് തിരിച്ചറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. അന്ന് 1980കളിൽ പഞ്ചാബിലെ ഹിന്ദുക്കൾക്ക് നേരെ വലിയ തോതിൽ ആക്രമണം നടന്നിരുന്നു. അന്ന് പിന്നെ പഞ്ചാബിൽ ഹിന്ദു പ്രത്യേകിച്ച് ലുധിയാന, ജലന്ധർ തുടങ്ങിയ പ്രദേശങ്ങളിൽ അവിടെ ഇങ്ങനെ മാരുതിയുടെ വാനിൽ വന്നിട്ട് പെട്ടെന്ന് തീവ്രവാദികൾ ചാടി ഇറങ്ങിയിട്ട് വെടിവെക്കും. അവരെ പ്രതിരോധിക്കാനായിട്ട് പഞ്ചാബിലെ നഗരങ്ങളിൽ ഹിന്ദു ശിവസേന എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടായി. ആ ശിവസേന ബോംബെയിലെ ശിവസേനയായിട്ട് ഒരു ബന്ധവുമില്ല. ബോംബെയിലെ ശിവസേന ഛത്രപതി ശിവജിയുടെ പേര് ആണ് അതിലാണെങ്കിൽ ഇത് സാക്ഷാൽ പരമശിവന്റെ ഒരു പേരാണ് ഇവർ ഉപയോഗിച്ചത്. ആ ഹിന്ദു ശിവസേന അവർ പിന്നെ ഈ നഗരങ്ങളിൽ സംഘടിക്കുകയും ഇത്തരം ആക്രമണം നടത്തുന്നവരെ പ്രതിരോധിക്കുകയും ഇപ്പൊ ഈ ജലന്ധറിൽ വെച്ച് ഒരിക്കൽ ഇത്തരം ആക്രമണം നടത്തിയ 6 പേരെ അവർ തല്ലിക്കൊന്നിരുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ ആയുധം ഉപയോഗിക്കില്ല. അതായത് ഹിന്ദു മഹാഭാരതത്തിലൊക്കെ ഒരു സിദ്ധാന്തമുണ്ട്. അതായത് നിങ്ങൾ ആയുധം ഉപയോഗിച്ച് ശത്രുവിനെ കൊല്ലുകയാണെങ്കിൽ ശത്രുവിന് വീരസ്വർഗം കിട്ടും. അതുകൊണ്ടാണ് അശ്വത്ഥാമാവ് മഹാഭാരത യുദ്ധത്തിൽ തൻ്റെ പിന്നെ പിതാവിനെ കൊന്ന ധൃഷ്ടദ്യുമ്നൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ചവിട്ടിയും കഴുത്ത് ഞെരിച്ചും കൊന്നത്. അതായത് അവന് നരകത്തിലേ പോകൂ എന്നാണ്. അപ്പോൾ ഈ ഹിന്ദു ശിവസേന ആ രീതിയിൽ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സിഖുകാർക്ക് പെട്ടെന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ പഞ്ചാബിൽ ഒരു ഹിന്ദു സിഖ് എന്നൊരു വേർതിരിവിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു രീതിയിൽ എത്തി. കാരണം ഹിന്ദു സിഖ് വേർതിരിവില്ല യഥാർത്ഥത്തിൽ. ഹിന്ദു മതത്തിൽ തന്നെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം പിന്നെ എന്താണ് പിന്നെ സുവർണക്ഷേത്രത്തിന്റെ പേര് ഹർമീന്ദർ സാഹിബ് എന്ന് നമ്മൾ ഇങ്ങനെ പറയും. ഹർമീന്ദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹരി മന്ദിർ എന്നാണ്. ഹരിമന്ദിർ സാഹിബ് എന്നാണ്. ഹരി എന്നുള്ള ഭഗവാന്റെ പേരിലാണ്. അത് പിന്നെ ഗുരുക്കന്മാരെല്ലാം തന്നെ ഭഗവാന്മാരെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരുപാട് എഴുതിയിട്ടുണ്ട്. അപ്പോ അവരൊക്കെ ഹിന്ദു വിഭാഗത്തിൽ നിന്നും ഹിന്ദുവിന്റെ ഒരു പ്രതിരോധ നിരയായിട്ട് ഉയർന്നു വന്ന സിഖ് വിഭാഗത്തെ അവരെ ഇപ്പോഴും ഡൽഹിയിലൊക്കെയുള്ള എല്ലാ സിഖുകാരും നിങ്ങൾ ജന്മാഷ്ടമി ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയൊക്കെ നോക്കിയാൽ സിഖുകാരായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ രാമനവമിക്കും എല്ലാ ഘോഷയാത്രകൾക്കും സിഖുകാർ പങ്കെടുക്കാറുണ്ട്, പ്രത്യേകിച്ച് ഖത്രി സിഖുകാർ. ഇവിടെ സംഭവിച്ചത് ഈ ജാട്ട് സിഖ് എന്ന് പറയുന്ന ഒരു വിഭാഗമായിരുന്നു, ഈ സിഖിലെ ഒരു വിഭാഗമാണ്. ഈ ജാട്ട് സിഖുകളായിരുന്നു ഈ തീവ്രവാദത്തിന്റെ പിന്നിലുണ്ടായിരുന്നത്. ആ ജാട്ട് സിഖുകളാണ് താഴെത്തട്ടിലുണ്ടായിരുന്നത്. അതിനെ നയിച്ചത് ഒരു OBC സിഖായിരുന്നു, നമ്മുടെ ഭിന്ദ്രൻവാല. പക്ഷെ പിന്നീട് ജാട്ടുകളും അവരും തമ്മിൽ തെറ്റി. അങ്ങനെയാണ് ജാട്ടായിട്ടുള്ള പിന്നെ KPS ഗില്ല് വന്നപ്പോഴേക്കും ഈ ജാട്ട് സിഖുകൾ KPS ഗില്ലിന്റെ കൂടെ ചേർന്നു. അപ്പൊ ഇതിലൊക്കെ ഒരുപാട് അങ്ങനത്തെ ചേരിതിരിവുകളും വേർതിരിവുകളും ഉണ്ട്. ചോദിച്ചോളൂ. ഇപ്പൊ അങ്ങ് എന്താ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അനിവാര്യമായിരുന്നു, വേണ്ടതായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള ചിദംബരം പറയുന്നു, ഞാൻ അംഗീകരിക്കുന്നു, ഇന്ദിരാഗാന്ധി അവർക്ക് ജീവൻ നൽകേണ്ടി വന്നത് ഒരു വലിയ തെറ്റിന്റെ കാരണത്താലാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോ ഈ രാഹുൽ ഗാന്ധി ചെയ്തതും അതുകൊണ്ട് തെറ്റാണ് എന്ന് പല കോൺഗ്രസ്സുകാരും ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം കുറച്ചൊരു സൂക്ഷ്മത രാഹുൽ കാണിക്കേണ്ടതാണ്. കാരണം തലപ്പാവ് വെച്ച ഒരു സിഖ് കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്ന ലുധിയാനയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവിനെയാണ് ട്രൈറ്റർ, രാജ്യദ്രോഹി. അപ്പൊ അത് ഡയറക്റ്റ്ലി കൊള്ളുന്നത് സിഖ് കമ്മ്യൂണിറ്റിക്കെതിരെയാണ്. സിഖുകാർ മുഴുവൻ രാജ്യദ്രോഹിയാണ് എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് ഇപ്പം BJP അതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യാഘാതം രാഹുൽ ഗാന്ധി നേരിടേണ്ടി വരുമോ എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പൊ പലരും ഉന്നയിക്കുന്നത്. അല്ല, അങ്ങനെ പിന്നെ ഒരു പരാമർശം നടത്തുമ്പോൾ ഞാൻ ചിദംബരത്തിന്റെ അഭിപ്രായത്തോട് ഒട്ടും തന്നെ യോജിക്കുന്നത്. ചിദംബരത്തിന് എന്ത് അവകാശമാണ് അത് പറയാനുള്ളത്? പഞ്ചാബിലെ ഹിന്ദുക്കളെ പിന്നെ ആര് രക്ഷിക്കുമായിരുന്നു? ഇന്ദിരാഗാന്ധി ചെയ്ത ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. ഇന്ദിരാഗാന്ധി ഹിന്ദുക്കളെ രക്ഷിക്കുകയായിരുന്നു ചെയ്തത്. അതല്ലായിരുന്നെങ്കിൽ സുവർണക്ഷേത്രത്തിൽ നിന്ന് എന്തുമാത്രം അതിക്രമങ്ങൾ ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടാവും?
ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ സുവർണക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഖാലിസ്ഥാൻ രാജ്യം ഉണ്ടാകുകയും ആ രാജ്യം പാകിസ്ഥാനുമായിട്ട് ചേരുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഒരുപാട് ഒരുപാട് അങ്ങനെ തീരുമാനം എടുക്കാൻ അവർ വൈകിയിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും ഇന്ന് ഇത് പറയാൻ ചിദംബരം ഉണ്ടാകില്ല എന്നാണ് എൻ്റെ ഉറപ്പ്. ചിദംബരത്തിനെ പോലുള്ളവരെ ഈ പറയുന്ന ഈ സെക്യുലറിസത്തിന്റെ ഒരു ഭയാനകമായ വെർഷനിലേക്ക് കടന്നുപോയിരിക്കുകയാണ്. ആ സെക്യുലറിസം എന്ന് പറയുന്നത് പണ്ട് കോൺഗ്രസിന് ഇല്ലായിരുന്നു. അതിപ്പോ കോൺഗ്രസിന്റെ മാറിയ ഒരു അവതാരമാണ് നമ്മൾ ഈ കാണുന്നത്. ഇന്ദിരാഗാന്ധി തെറ്റൊന്നും ചെയ്തില്ല. ഇന്ദിരാഗാന്ധി ചെയ്തത് ശരിയാണ്. അവിടെ ഒളിച്ചിരുന്ന തീവ്രവാദികളെ മുഴുവൻ അവർ ഇല്ലാതാക്കി. പിന്നെ വേണമെങ്കിൽ അവർക്ക് നേരെ നമുക്കൊരു കുറ്റം ആരോപിക്കാം. എന്തെന്നാൽ അത് ഭിന്ദ്രൻവാലയെ വളർത്തിക്കൊണ്ടുവന്ന അവരാണെന്ന് ചിലർ പറയും. പക്ഷെ അതൊരു പ്രത്യേകം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അവിടെ ഞാൻ പറയും അത് ഇന്ദിരാഗാന്ധി ചെയ്ത തെറ്റല്ല. കാരണം ഈ അകാലിദൾ, അതിനു മുമ്പ് തന്നെ അകാലിദൾ വിഘടനവാദത്തിന്റെ പല ശബ്ദങ്ങളും അകാലിദൾ പുറപ്പെടുവിച്ചിരുന്നു. ആ അകാലിദളിനെ ന്യൂട്രലൈസ് ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. അക്കാര്യത്തിൽ അവർക്ക് ചില വീഴ്ചകൾ സംഭവിച്ചു പോയി. പക്ഷെ വീഴ്ച സംഭവിച്ചെങ്കിലും അവർ തെറ്റു തിരുത്തി. സുവർണക്ഷേത്രത്തിലെ തീവ്രവാദികളെ പുകച്ചു പുറത്തു ചാടിക്കുകയും ഭിന്ദ്രൻവാല എന്ന രാജ്യദ്രോഹിയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്ത ഇന്ദിരാഗാന്ധി 100% ശരിയായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൽ അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇതിൽ രാഹുൽ ഗാന്ധി പറയുന്നത്, ഈ എം പിയോട് പറയുന്നത്, അദ്ദേഹം നടന്നു വരുമ്പോൾ കം ഹിയർ മൈ ട്രൈറ്റർ ഫ്രണ്ട്, നിങ്ങൾ ഉടനെ തന്നെ കോൺഗ്രസിലേക്ക് വരുമെന്നാണ്. അത് തെറ്റായി പോയി. അത് ഒരു കാരണവശാലും അദ്ദേഹത്തിനെ അങ്ങനെ റോഡിൽ കൂടെ നടന്നു പോകുന്ന ഒരുത്തനെ പണ്ട് തന്റെ കൂടെ ആയിരുന്നു, ഇപ്പൊ തന്റെ കൂടെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ അധിക്ഷേപിക്കാൻ രാഹുലിന് ആരാ അധികാരം കൊടുത്തു? ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ അന്തസ്സിന് യോജിച്ച പ്രവൃത്തിയാണ്? ഒരിക്കലും അല്ല. പക്ഷെ അതിന്റെ പേരിൽ അദ്ദേഹം ഒരു സിഖുകാരെ മുഴുവൻ അപമാനിച്ചു എന്നുള്ള വാദത്തിനോട് എനിക്ക് യോജിപ്പില്ല. ഈ സിഖുകാരെന്ന് പറയുന്ന ആൾക്കാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പേരെടുത്ത് തന്നെ വിമർശിക്കണം. അവരെന്താ വിശുദ്ധ പശുവാണ്? ഇവിടെ പല സിഖ് തീവ്രവാദത്തിന്റെ ഇപ്പോഴും ഈ അടുത്ത കാലത്ത് ഡൽഹിയിൽ കർഷകരുടെ പ്രക്ഷോഭം നടന്നപ്പോൾ അവര് ഈ പാകിസ്ഥാനിൽ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ചെയ്യുന്നത് പോലെ അവരൊരു കാര്യം ചെയ്തു. നിങ്ങൾക്കറിയാം, ഒരു ദളിത് സിഖുകാരനെ കൈയും കാലും വെട്ടി അവര് റോഡിലെ പോസ്റ്റിൽ തൂക്കിയിട്ടു, ഈ സവർണ സിഖുകാർ. എന്നിട്ട് പഞ്ചാബിൽ ഉടനീളം പലയിടത്തും ഗുരു ഗ്രന്ഥ സാഹിബിനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് അവര് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ഗുരു ഗ്രന്ഥ സാഹിബിനെ അപമാനിച്ചു എന്ന് പറഞ്ഞ് ബ്ലാസ്ഫമി എന്ന് പറഞ്ഞ് പാകിസ്ഥാനിലെ ആളിനെ കൊല്ലുന്നത് പോലെ പഞ്ചാബിലെ ആളിനെ കൊല്ലുന്നുണ്ട്. അവിടെ ഒരുപാട് സിഖുകാർ മതം മാറിയിട്ട് ക്രിസ്ത്യാനികളാവുന്നുണ്ട്. ഇപ്പോഴും പെന്തക്കോസ്ത് സഭകൾ ഏറ്റവും കൂടുതൽ ശക്തമായിരിക്കുന്നത് ഈ പഞ്ചാബിലാണ്. ഇതൊക്കെ ആരുടെ കുറ്റമാണ്? ഈ കോൺഗ്രസ്സുകാര് പല വള്ളത്തിൽ കാലി ചവിട്ടുന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. രാഹുലിനെ പോലുള്ള ആള് ഒടുവിൽ എനിക്ക് തോന്നുന്നത്, ഇത് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എനിക്ക് തോന്നുന്നത് ലാസ്റ്റിൽ BJP ആയിരിക്കത്തില്ല, കോൺഗ്രസ്സുകാരായിരിക്കും രാഹുലിന് പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ്. കാരണം അവർക്ക് കൃത്യമായ നിലപാടില്ല. രാഹുൽ ഗാന്ധി ഇത് തിരിച്ചറിഞ്ഞാൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അദ്ദേഹത്തിന് എതിരെ വല്ലാത്ത ഒരു അപകടത്തിന്റെ ഒരു മണക്കുന്നുണ്ട് ഈ പ്രസ്താവനകളെല്ലാം കൂടെ വരുമ്പോൾ. ഒരുപക്ഷെ അദ്ദേഹത്തിനെ ഫിസിക്കലായിട്ട് ശാരീരികമായിട്ട് ആക്രമിച്ച് അദ്ദേഹത്തിന് ആക്രമണം നേരിടേണ്ടി വരുമോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കോൺഗ്രസ് വേണമെങ്കിൽ അതും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇത് എങ്ങോട്ട് പോകുന്നു എന്നുള്ള ഇതൊരു പ്രത്യേകിച്ച് ഒരു ഞാനിപ്പോൾ സംസാരിക്കുന്നത് കേട്ടിട്ട് പലരും വിചാരിക്കും ഞാനിപ്പോൾ രാഹുലിന്റെ കൂടെ നിൽക്കണം, അല്ലെ BJPയുടെ കൂടെ. ഞാൻ അങ്ങനെ നിൽക്കുന്നില്ല. ഞാൻ രാജ്യത്തിന്റെ താല്പര്യം എവിടെയാണെന്ന് വെച്ചാൽ ആ ഭാഗത്തായിട്ടാണ്. അത് വ്യക്തമാണ് സാർ. പക്ഷെ ഇവിടെ ഒരു അപകടത്തിന്റെ ഒരു സൂചന ഇപ്പം BJPക്കാര് പലരും ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഹർദീപ് സിംഗ് പുരിയെ പോലുള്ള നേതാക്കളൊക്കെ വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നു. പല മുതിർന്ന ദേശീയ തലത്തിലുള്ള BJP നേതാക്കളും, അതായത് സിഖ് കമ്മ്യൂണിറ്റിയെ രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെറേറ്റീവാണ് പാസ് ചെയ്യുന്നത്. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ വല്ലാത്ത രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. കാരണം നമുക്കറിയാം ഇന്ദിരാഗാന്ധി എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഇത് എന്താണ്, സിഖ് കമ്മ്യൂണിറ്റിക്കിടയിൽ രാഹുൽ ഗാന്ധി ഒരു സിഖ് വിരുദ്ധനാണ് എന്ന് പറയുന്ന ഒരു പ്രചരണം അഴിച്ചുവിടാൻ സാഹചര്യം ഒരുക്കുമോ? അതിന്റെ ഒരു ഭാഗമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നാണ് ആശങ്കപ്പെടുന്നത് പലരും. അല്ല, അങ്ങനെ ഒരുപക്ഷെ ചിലപ്പം അങ്ങനെ ഒരു നീക്കം നടന്നിരിക്കുക. അതിൽ BJPക്കാർ മാത്രമാവണമെന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചിദംബരം അതുപോലുള്ള കോൺഗ്രസിലെ കുറെ ആൾക്കാർ തന്നെ അതിന്റെ പിന്നിൽ ഉണ്ടാവണം. എന്തായാലും എവിടെയോ ഒരു ഗൂഢാലോചന മണക്കുന്നുണ്ട്. തീർത്തും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ഒരു തരം ഗൂഢാലോചനയാണ്. അത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നത് പോലെയാണ്. പഞ്ചാബിൽ അങ്ങനെ ഈ സിഖ് സമുദായം ത്തിന്റെ കോൺട്രിബ്യൂഷൻസ്, അവരുടെ സംഭാവനകളെ ഒക്കെ തന്നെ അംഗീകരിക്കുമ്പോഴും അവരെ വിമർശിക്കാൻ പാടില്ല എന്നുള്ള ആ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല. 1980കളിൽ ഹിന്ദുക്കൾക്കെതിരെ അവിടെ നടന്ന കൂട്ടക്കുരുതികൾ
എനിക്ക് ഇപ്പോഴും വളരെ വ്യക്തമായിട്ട് ഞാൻ മാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ട്, ചരിത്ര പുസ്തകങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ, നമ്മുടെ സമയം തീരാറായി. അതായത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കുംഭമേളകളിൽ ഈ എല്ലാ സന്യാസ സമൂഹങ്ങളെ പോലെ സിഖുകാരും പങ്കെടുക്കും. അതിൽ അവർക്ക് ഒരു ദിവസമുണ്ട്. അപ്പൊ അങ്ങനെ സിഖുകാർ പങ്കെടുക്കുമ്പോൾ 1780 എന്തോ ആണ് ഈ ശൈവരും സിഖുകാരുമായിട്ട് ഈ പറയുന്ന വലിയ കലാപം ഉണ്ടായിട്ട് 100 കണക്കിന് ആൾക്കാർ മരിച്ചുപോയ സംഭവമാണ്. അങ്ങനെ ഈ സിഖുകാരെ അവരെ അങ്ങ് കയറൂരി വിടാനൊന്നും പറ്റില്ല. അത് എനിക്ക് അതിനോട് യോജിപ്പുമില്ല. അവർ തീർച്ചയായിട്ടും ചില ഘട്ടങ്ങളിലെങ്കിലും വളരെ ദേശവിരുദ്ധമായിട്ട് പ്രവർത്തിച്ച ചില ആൾക്കാരെ, ചില കൂട്ടായ്മകൾ അതിനുള്ളിലുണ്ട്. ഭിന്ദ്രൻവാലയൊക്കെ തന്നെ മതം ഉപയോഗിച്ച് തന്നെയാണ് അത് ചെയ്തത്. അതിന് ഒരു തർക്കവുമില്ല. അല്ല, ഈ അവസാനമായിട്ട് ഒരു കാര്യം ചോദിക്കാം സാർ. ഈ ഒരു രാഹുൽ ഗാന്ധിയുടെ ഈ ട്രൈറ്റർ പരാമർശത്തെ രവനീത് സിംഗ് ബിറ്റുവെ ട്രൈറ്റർ എന്ന് വിളിച്ചത് പഴയ സുഹൃത്തിനെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു നർമ്മം കലർന്നുള്ള ഒരു സംഭാഷണം മാത്രമായിട്ട് നമ്മൾ അതിനെ കണ്ടാൽ മതിയോ, അതോ ഇതൊരു ഗൗരവമുള്ള സാധനമായിട്ട് കാണണം? അല്ല, ഇത് നർമ്മം കലർന്ന് കാണേണ്ടതല്ല, ഔചിത്യക്കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഒട്ടും ഔചിത്യമില്ല. അദ്ദേഹത്തിന് പിന്നെ ഈ പറയുന്ന പോലെ കാല ബോധമില്ലാതെ ഓരോ വഴി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതി വിളിച്ചു പറയുന്ന ആ ശീലം അയാൾ നിർത്തിയേ പറ്റൂ. 19-55 വയസ്സായില്ലേ, ഇനിയെങ്കിലും സ്വന്തം വാക്കുകളെ നിയന്ത്രിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്.